നമസ്കാരം. ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി നീ. സൂര്യചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണഗ്നി നീ. പഞ്ചേന്ദ്രിയങ്ങളറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻ തപം ചെയ്തമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിഭാഗമഗ്നി നീ. എന്നയലത്തെ പടിപ്പുര കാത്തിടുമെണ്ണ വിളക്കിൻ തിരിയുടെ നാമ്പിലായി മഞ്ഞിൻ കുളിർമയും ഓർമ്മതൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ, ആ വെളിച്ചത്തിൻ്റെ നേരിയ സൗഹൃദ മാധുരിയൂറി വരുന്നതും അഗ്നി നീ. കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കളഗീതി പാടിയും ഉദ്രസമാസ്മര വിദ്യുല്ലതിക പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ. കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ. പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാര രാക്ഷസ ശക്തിശാപങ്ങളെ ഒന്നിച്ചു കൂട്ടിജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനുഗ്ര വിപത്തായി വരുന്ന നീ. കണ്ണിമയ്ക്കുന്നതിൻ മുൻപിൽ ഈ വിശ്വങ്ങൾ വെണ്ണീറിടുമണുസ്ഫോടനമായിടാം. ഖാണ്ഡവമെത്ര ദഹിച്ചു നീ, കൗരവ പാണ്ഡവ രാജ്യങ്ങൾ എത്ര ദാഹിച്ചു നീ. സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ. മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനർസൃഷ്ടി മോഹിക്കയാം. ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തി നീ ആൺകുയിൽ ഖണ്ഡം പ്രണയാർദ്രമാക്കി നീ. അന്തിവിൺമുറ്റത്തൊരായിരം കൈത്തിരി തുമ്പും നനച്ചു കൊളുത്തി നിരത്തി നീ. ഇന്നെനിക്കോജസ്സു തന്നു നീ എൻ്റെ ഈ പെണ്ണിനൊരോമനച്ചന്തം വരുത്തി. പുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദുഷ്ടപൂർവങ്ങളല്ലാത്തോരനുഭവ സിദ്ധികൾ മുക്കുവക്ടാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ. ആദിരേതസായി അനാത്യന്ത വീജിയായി പ്രാചിപ്രതീജി പ്രണയപ്രതീകമായി ഈ ടറതൊട്ടു ചുടലക്കളം വരെ കൂട്ടുമറുക്കാതെ എന്നിഷ്ടതോഴനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യ പ്രപഞ്ച വിധാനമാണഗ്നി നീ. ദിവ്യ പ്രപഞ്ച വിധാനമാണഗ്നി നീ. നന്ദി. അടുത്തതായി കവിതയുമായി ദക്ഷ.
നമസ്കാരം. പി മധുസൂദനൻ നായരുടെ നാരായണത്ത് പ്രാന്തൻ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. 12 മക്കളെ പെറ്റൊരമ്മ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിൽ ഇരവിൻ്റെ ഭാഷാണ തിമിരമില്ല. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിൽ ഇരവിൻ്റെ ഭാഷാണ തിമിരമില്ല. ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുലഞ്ഞു തീചിറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിതകെട്ടി കേവലത ധ്യാനത്തിൽ ഉറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിൽ കാലമൊരു മന്തുകാലുമായി തീ കായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. പൊട്ടി വലിയുന്ന ദിശയൊട്ടും ഉപശാന്തിയുടെ മുട്ടുകൾ തിരഞ്ഞു നടകൊള്ളുകെ. ഓർമ്മയിലൊരൂട് വഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരൂട് വഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരെന്നമ്മയൊന്നിച്ച് ദേവകൾ തുലുണരുമിട നാട്ടിൽ ദാരുകലാ ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴി പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിൻ്റെ ആഴത്തിൽ അത്യാത്മ ചൈതന്യം ഇവ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇരുളിൻ്റെ ആഴത്തിൽ അത്യാത്മ ചൈതന്യം ഇവ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇറകളിളം തണ്ടിൽ ആത്മബോധത്തിൻ്റെ ഇണം കൊരുക്കുന്ന കാടകപ്പൊന്ത് പുള്ളും പരുന്തും കുരുത്തോല നാഗവും വള്ളുവച്ചിന്തു കേട്ടാടും വനങ്ങളിൽ ആടിമേഘം പുലപ്പേടി വേഷം കളഞ്ഞാവണിപ്പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയ തുറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂക്ത സ്വരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുൻവതവാദ വിഗ്രഹ ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിൽ ഉയരിട്ടൊരാശമേലാര്യത്വം ഊർജരേണുക്കൾ ചൊരിഞ്ഞതും 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കയ്യിൽ വളർന്നു. കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ 2 എന്ന ഭാവം തികഞ്ഞു. 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കയ്യിൽ വളർന്നു. കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ 2 എന്ന ഭാവം തികഞ്ഞു. രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ നീതരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർണ്ണ കർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ചൊരേ തൃഷ്ണാത്തമോ ദുർമതത്തിൻ മാദാന ക്രിയായന്ത്രമോ ആദി ബാല്യം തൊട്ടു പാലായി നൽകിയോരന്ത്യം കുടിച്ചും തെഴുത്തും മുതിർന്നവർ 10 കൂനായി കൂറ്റുറപ്പിച്ച എൻ്റെ എന്നാർത്തും കയർത്തും ദുരാചാര രൗദ്യത്തിനംഗം കുറിക്കുന്നതും ചില ചിത്രഹോമങ്ങൾ നടത്തുന്നതും കണ്ടു പൊരുളിൻ്റെ ശ്രീമുഖം പൊരിയുന്നതും കണ്ട് കരളിൻ കഴത്തിൽ ചുഴിക്കുത്തു വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുങ്കാലിലെത്തിയാൽ ഇരുളും വെളിച്ചവും പിരമേറ്റു തുള്ളാത്ത പെരിയ സദ്യത്തിൻ്റെ നിർവികാരത്വമായി ആകാശഗർഭത്തിൽ ആത്മതേജസ്സിൻ്റെ ഓങ്കാന ബീജം തികഞ്ഞു. എല്ലാവരും ഒന്നെന്ന ശാന്തിപാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നു.
ഇരുൾ തേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ, ഇരുൾ തേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ, ഉടലിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു പ്രാന്തൻ, ഉടലിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു പ്രാന്തൻ. ചത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടങ്ങൾ ചേട്ടൻ്റെ ഇല്ലപ്പറമ്പിൽ, ചത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടങ്ങൾ ചേട്ടൻ്റെ ഇല്ലപ്പറമ്പിൽ. ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ഛനും നായറും വള്ളുപോലും ഉപ്പുകൊറ്റനും രചകനും കാരയ്ക്കലമ്മയും കാഴ്ചയ്ക്ക് വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്ക് വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്ക് വേണ്ടി ഞാനും. നന്ദി. മാന്യ സരസിന് ഹലോ. അടുത്തതായി വിജയ് അവതരിപ്പിക്കുന്ന ഒരു കവിത. മാന്യ സരസിന് വന്ദനം. OMV കുറുപ്പിൻ്റെ അമ്മ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. അമ്മ. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവയായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്കു കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീയുറവയായിരുന്നു. അതു കളക്കോട്ടത്തൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയൊന്നു പോയി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയൊന്നു പോയി ഭിത്തിയുറക്കുന്നില്ല ഒന്നുകൊണ്ടും. എന്താണ് പോംവഴി എന്നൊരൊച്ച ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ. വെളിപ്പാട് കൊണ്ടായോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതേറ്റു ചൊല്ലി, അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 ഉണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിലുറച്ചു നിൽക്കും, ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. കൂട്ടത്തിലേറ്റവും മൂപ്പെരുന്നോൻ തെല്ലൊരുച്ചത്തോളപ്പോൾ പറഞ്ഞു പോയി. ഇന്നുച്ചയ്ക്ക് കന്നിയുമായി വന്നിട്ടിടുന്നവൾ ആരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളി പണിക്കാൽ തൻ മാനം കാക്കും. ഉച്ചയ്ക്ക് കന്നിക്കളവും തലയിലേണ്ടി കയ്യാളെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടക പാടവരമ്പിലൂടെ മന്തി കിതച്ചു വരുന്നതായോ. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മുത്തയാൾ വേട്ടപ്പെണ്ണായിരുന്നു. ഉച്ചക്ക് കന്നിയും കൊണ്ടുപോരാനൂരമവളുടേതായിരുന്നു. കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനടുത്തിരിക്കെ ഈ കന്നിയൂട്ടൊടുക്കത്തെ ആമെന്നോർക്കുവാൻ സഹിക്കായതില്ല. കാര്യങ്ങളെല്ലാം അറിഞ്ഞ പാടെ അന്ത്യമാൻ തന്നെ അഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറക്കുവാൻ ഈ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുത്തുവിൻ. ഒന്നെനിക്കുണ്ടൊരൊറ്റൊരാഗ്രഹം കേട്ടുവെള്ളുവിൻ. കെട്ടിമറയ്ക്കലെൻ പാതിനെഞ്ചം കെട്ടിമറയ്ക്കലെൻ കയ്യും. എൻ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോര്. ഈ കയ്യാളേറ്റു വാങ്ങി മുളയൂട്ടാൻ അനുവദിക്കൂ.
9 കൽപ്പണിക്കാൽ പടുത്ത വട്ടിയെന്നോരാ കോട്ട തൻ മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിന് അപൂർവ സുന്ദരമാം വെൺശിലാശില്പം, സുന്ദരമാം വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്നു ചണ്ടമേറുന്ന വളം കയ്യും, നെട്ടിൽ നിന്ന് പാൽത്തുള്ളികളും നഗ്നമാമാവും. കണ്ടുണർന്നെന്നുള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാക്കുന്നു, അമ്മ അമ്മ എന്നാക്കുന്നു. നന്ദി. കൊച്ചുകുട്ടികളുടെ പരിപാടി കഴിയുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനും നിശബ്ദരായിരിക്കുന്നതിനും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി കാർമൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മാർത്ത അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. നമസ്കാരം. വിഖ്യാത സാഹിത്യകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ അരുന്ധതി റോയുടെ പ്രശസ്ത നോവലായ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, അതിൽ പരാമർശിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ സ്വതന്ത്ര കഥാപ്രസംഗ ആവിഷ്കാരം. ഒരു പട്ടാളക്കാരൻ്റെ 2 മരണം. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ ഒരു ഗ്രാമം. അതാ ആ ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ഉയർന്നു നിൽക്കുന്നു തോക്കുധാരിയായ ഒരു പട്ടാളക്കാരന്റെ പ്രതിമ. കാശ്മീരിൽ വീരമൃത്യു വരിച്ച ധീര സൈനികൻ മുരുകേശന്റെ പ്രതിമ. പിറന്ന മണ്ണിൻ മാനം കാക്കാൻ പൊരുതി മരിച്ചൊരു ധീരൻ, ഭാരതമൂവർണ്ണക്കൊടി നെഞ്ചോടേറ്റു പിടിച്ചൊരു പൗരൻ. മുരുകേശൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. കർഷക തൊഴിലാളികളായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകൻ. വണ്യാർ സമുദായ പ്രമാണിമാരുടെ ആധിപത്യം നിലനിന്നിരുന്ന ഗ്രാമം. താഴ്ന്ന ജാതിയിൽ പിറന്നു എന്നതിൻ്റെ പേരിൽ മറ്റു കുട്ടികളുടെ പുച്ഛവും പരിഹാസവും കേട്ടാണ് മുരുകേശൻ വളർന്നത്. ഒരു പട്ടാളക്കാരനാവുക എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. അപ്പാ, ഞാനൊരു പട്ടാളക്കാരനായി കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയ്ക്കും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. ഓ, അപ്പൻ ഇതൊന്നും കഷ്ടപ്പാടല്ലടാ മോനെ. അപ്പന് വയ്യെങ്കിൽ ഇന്ന് വേലയ്ക്ക് പോകണ്ട. വേലയ്ക്ക് പോകാണ്ടിരുന്ന ഫീസ് കൊടുക്കാൻ പറ്റുമോ? ചുമച്ച് പണിയായുധങ്ങളുമായി പാടത്തേക്ക് പോകുന്ന അച്ഛനെ മുരുകേശൻ നിർനിമേഷനായി നോക്കി നിന്നു. അന്ന് വൈകുന്നേരം മുരുകേശൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ തൻ്റെ വീടിന് മുമ്പിൽ ഒരാൾക്കൂട്ടം. എന്താ എന്താ വേലച്ചാമി, എന്തു പറ്റി? മുരുക, നിന്റെ അപ്പം പോയടാ. പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണു. ഞങ്ങൾ ആശുപത്രിയിലെത്തിക്കും മുമ്പേ നിന്റെ അപ്പം പോയടാ. അച്ഛൻ്റെ വിയോഗം ആ കുടുംബത്തെ മാനസികവും സാമ്പത്തികവുമായി തളർത്തി. അമ്മേ, ഞാൻ പഠിത്തം നിർത്തി വേലയ്ക്ക് പോവാ. വേണ്ട, എത്ര കഷ്ടപ്പെട്ടാണേലും ഈ അമ്മ നിന്നെ പഠിപ്പിക്കും. മോനൊരു പട്ടാളക്കാരനാവണ്ടേ? ഓ, അവൻ്റെ ഒരു പട്ടാളക്കാരൻ. അവനോട് പാർട്ടി പൈക്കളെ വയ്ക്കാൻ പറ. വണ്യാർ സമുദായ പ്രമാണിമാരുടെ പുച്ഛവും പരിഹാസവും ആ അമ്മയെ തളർത്തിയില്ല. പ്രിയമുള്ളവരെ, ഇത് മുരുകേശന്റെ മാത്രം അവസ്ഥയായിരുന്നില്ല. താഴ്ന്ന ജാതിയിൽ പിറന്നു എന്നതിൻ്റെ പേരിൽ എന്തൊക്കെ നിന്ദയും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നവരുണ്ട്. പാടത്തും പള്ളിക്കൂടങ്ങളിലും പൊതു ഇടങ്ങളിലും, എന്തിന് പുതു കിണറ്റിൽ നിന്ന് പോലും വെള്ളം കോരുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും പരിമിതികളെയും മറികടന്ന് മുരുകേശൻ പഠിച്ചു വളർന്നു. അവൻ്റെ ആഗ്രഹം പോലെ അവന് പട്ടാളത്തിൽ ഒരു ജോലി ലഭിച്ചു. ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. അടുത്തുള്ള കുടിലുകളിലെല്ലാം ആഘോഷ പ്രതീതി, എങ്ങും ആട്ടവും പാട്ടും. മുരുകേശന്റെ ആദ്യ നിയമനം പഞ്ചാബിലായിരുന്നു. ഇവര് തിരികെ നാട്ടിലെത്തിയ മുരുകേശനോട് കൂട്ടുകാർ ചോദിച്ചു, മുരുക,
നിന്റെ ആഗ്രഹം പോലെ വേലയൊക്കെ ആയില്ലേ, ഇനിയൊരു വേളിയൊക്കെ ആവാം. ഞങ്ങൾ നിനക്കൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, എന്തുകൊണ്ടും നിനക്ക് ചേരും. മുരുകേശൻ കൂട്ടുകാരോടൊപ്പം ആ പെൺകുട്ടിയെ ചെന്ന് കണ്ടു. പേര് മല്ലി, പേര് പോലെ തന്നെ മല്ലിപ്പൂവിൻ്റെ ഗന്ധമുള്ളവർ. നീണ്ടു നിവർന്ന വിലോല നേത്രങ്ങളും വശ്യമാം ചുണ്ടിലെ ചേലുള്ള പുഞ്ചിരി എണ്ണക്കറുപ്പിനഴകുള്ള മേനിയും ആരും കൊതിക്കുന്ന രൂപലാവണ്യവും. അങ്ങനെ മല്ലി മുരുകേശൻ്റെ ജീവിത സഖിയായി. കളിയും ചിരിയും പരിഭവം പറച്ചിലും നിറഞ്ഞ മധുവിധുക്കാലം വളരെയധികം സന്തോഷകരമായിരുന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ച് പഞ്ചാബിലേക്ക് മടങ്ങിയ മുരുകേശന് 2 മാസത്തിനു ശേഷം സ്ഥലം മാറ്റം. കാശ്മീരിലേക്ക്. കാശ്മീർ പ്രകൃതി ഭംഗിയാൽ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലം. എന്നാൽ ഇന്ന് ഇത് അശാന്തിയുടെ താഴ്വരയാണ്. തീവ്രവാദി ആക്രമണങ്ങൾ ഇന്നിവിടെ തുടർ കഥയാണ്. മുരുകേശൻ അവിടെ എത്തിയിട്ട് 3 മാസം കഴിഞ്ഞു. മുരുക, ദാ നിനക്ക് വീട്ടിൽ നിന്നൊരു കത്തുണ്ട്. മുരുകേശൻ അത് പൊട്ടിച്ചു വായിച്ചു നോക്കി. മുരുകണ്ണ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അണ്ണൻ്റെ അച്ഛനാകാൻ പോകുന്നു. മുരുകേശൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ തൻ്റെ സന്തോഷം തൻ്റെ കൂട്ടുകാരുമായി പങ്കുവച്ചു. ലീവിന് അപേക്ഷ കൊടുക്കണം. പ്രസവ സമയത്ത് എനിക്ക് മല്ലിയുടെ അടുത്തുണ്ടാകണം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. അടുത്ത ദിവസം കാശ്മീരിലെ പുക്വാര താഴ്വരയിൽ കൂടി പെട്രോളിംഗ് നടത്തുന്നതിനിടെ മുരുകേശനും സംഘത്തിനും നേരെ ഒരു തീവ്രവാദി ആക്രമണം. ബോംബുകളും ഗ്രനേഡുകളും പൊട്ടിച്ചെതറി. പിറന്ന മണ്ണിന്റെ മാനം കാക്കുവാനായി നമ്മുടെ സൈന്യം വീറോടെ പൊരുതി. 4 തീവ്രവാദികൾ തൽക്ഷണം കൊല്ലപ്പെട്ടു. ആ പോരാട്ടം അവിടെ അവസാനിച്ചു. മുരുകേശനും ബാക്കിയുള്ള സൈനികരും തിരിച്ച് സൈനിക ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്നാണിതുണ്ടായത്. ഒരു ഉഗ്രസ്ഫോടനം. ആ ജീപ്പ് ചിന്നിച്ചിതറി. മുരുകേശനും ബാക്കിയുള്ള പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. വിഘടന വിധ്വംസകരാം ഭീകരരോടെതിരിട്ടൊരു വീരൻ പ്രാണൻ വിട്ടുപിടയ്ക്കുമ്പോഴും വീറു പുലർത്തിയൊരിന്ത്യൻ. പ്രത്യേക രൂപകൽപ്പന ചെയ്ത പട്ടാളത്തിൻ്റെ ശവപ്പെട്ടിയിൽ മുരുകേശൻ്റെ മൃതദേഹവുമായി സൈന്യം മുരുകേശൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ആ വാഹനം വന്നു നിന്നു. റോഡിൻ്റെ ഇരുവശത്തു നിന്നും ഒരു കൂട്ടർ വാഹനത്തിന് മുമ്പിലേക്ക് വന്നു. എന്നാൽ അത് രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആ ധീര സൈനികനെ കാണുവാനായിരുന്നില്ല. വണ്ണിയാർ സമുദായ പ്രമാണിമാർ വിളിച്ചു പറഞ്ഞു, ഈ മൃതദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ഗ്രാമത്തിൻ്റെ അഭിമാനമായിരുന്ന മുരുകേശനെ ഒരു നോക്ക് കാണുവാനായി ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളും കർഷക തൊഴിലാളികളുമാണ് തടിച്ചുകൂടിയത്. അവർക്കിടയിലൂടെ അതാ അലറിക്കരഞ്ഞുകൊണ്ടുവരുന്നു മുരുകേശൻ്റെ അമ്മയും പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും. അവർ നേതാവിൻ്റെ മുമ്പിലേക്ക് വന്നു. അയ്യ, അങ്ങനെ പറയരുത്. രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവനല്ലേ എൻ്റെ മോൻ. ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കണം. ഞാൻ അയാളുടെ കാല് പിടിക്കാം. മാറി നിൽക്കവിടെ. ഇവനാരായാലും ഒരു തോഴ്ന്ന ജാതിക്കാരൻ്റെ മൃതദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ചൂടുകാട്ടിൽ നിന്റെ ഒക്കെ ശവങ്ങൾ കുഴിച്ചിനകത്ത് കൊണ്ടുപോയി കത്തിച്ച് കളാ. പ്രിയമുള്ളവരെ, അവരെ സഹായിക്കുവാൻ ആരും തന്നെ ഇല്ലായിരുന്നു. നിയമമോ നിയമപാലകരോ ആരും തന്നെ. ഒടുവിൽ കാടിനുള്ളിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ നാട്ടിലെ സകല മാലിന്യങ്ങളും വന്നടിയുന്ന ദളിത് ശ്മശാനത്തിലാണ് ആ ധീര ജവാന്റെ മൃതദേഹം സംസ്കരിച്ചത്. നാളുകൾ കടന്നുപോയി. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവനാണല്ലോ തൻ്റെ മോനെന്നോർക്കുമ്പോൾ മുരുകേശൻ്റെ അമ്മയ്ക്ക് അഭിമാനമായിരുന്നു. എന്നാൽ പിറക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ പോലും തൻ്റെ പ്രിയപ്പെട്ടവനായില്ലല്ലോ എന്നോർക്കുമ്പോൾ മല്ലിക്ക് നെഞ്ചു പിടയ്ക്കുന്ന വേദനയും. ഒടുവിൽ മല്ലി പ്രസവിച്ചു. ഓമനത്തം തുളുമ്പുന്ന ഒരാൺകുഞ്ഞിനെ. കാശ്മീരിലെ പുക്വാരയിൽ കൊല്ലപ്പെട്ട മുരുകേശന്റെ സ്മരണയ്ക്ക് ഒരു പ്രതിമ നിർമ്മിക്കുവാൻ സൈന്യം തീരുമാനിച്ചു. അതാ സിമന്റിൽ പണിതീർത്ത തൂക്കുധാരിയായ ഒരു പട്ടാളക്കാരന്റെ പ്രതിമ.
കാശ്മീരിൽ വീരമൃത്യു വരിച്ച ധീര സൈനികൻ മുരുകേശന്റെ പ്രതിമ. പിറന്ന മണ്ണിൽ മാനം കാക്കാൻ പൊരുതി മരിച്ചൊരു ധീരൻ, ഭാരതമൂവർണ്ണക്കൊടി നെഞ്ചോടേറ്റു പിടിച്ചൊരു പൗരൻ. എല്ലാ ദിവസവും രാവിലെ മല്ലി തൻ്റെ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ പ്രതിമയ്ക്ക് മുമ്പിൽ വരും. എന്നിട്ട് പറയും, മോനെ നോക്ക്, മോൻ്റെ അപ്പാന്ന് വിളിച്ച്. കനിവായിരുന്നെൻ്റെ കുഞ്ഞേ നിന്നച്ഛൻ, സ്നേഹത്തിൻ സാഗരമായിരുന്നു. നിറവാർന്നുരഞ്ഞോരാ സ്നേഹം നിത്യം നിറയെ പകർന്ന നല്ലച്ഛൻ. പടയാളിയെങ്കിലും അകതാരിലെപ്പോഴും ഉരുകുന്ന വെണ്ണയാണല്ലോ, മനസ്സൊരു മാൻപേട പൈതലാണല്ലോ. ഒരു ദിവസം മല്ലി നോക്കുമ്പോഴതാ ആ പ്രതിമയുടെ കയ്യിലിരിക്കുന്ന തോക്ക് കാണുവാനില്ല. മുരുകേശന്റെ കുടുംബം പോലീസിന് പരാതി നൽകി. എന്നാൽ പോലീസ് അതിനെ നിസ്സാരമായി കണ്ടു. ഓ, വില കുറഞ്ഞ സിമന്റ് കൊണ്ടല്ലേ നിർമ്മിച്ചത്, അടർന്നു പോയതായിരിക്കും. എന്നാൽ അതായിരുന്നോ സത്യം? ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ആ പ്രതിമ സ്ഥാപിച്ചത് പലർക്കും ദഹിച്ചിട്ടില്ല. അതിനേക്കാൾ പ്രശ്നം ആ തോക്കായിരുന്നു. ദളിതന്റെ കയ്യിലൊരായുധം, അതും തോക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുരുകേശന്റെ കുടുംബം നോക്കുമ്പോഴതാ ആ പ്രതിമയുടെ 2 കൈയും ആരോ വെട്ടിമാറ്റിയിരിക്കുന്നു. പോലീസ് വീണ്ടും നിസ്സംഗത പാലിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഗ്രാമവാസികൾ നോക്കുമ്പോഴതാ ആ പ്രതിമയുടെ തലയും ആരോ വെട്ടിമാറ്റിയിരിക്കുന്നു. പ്രതിമ തകർക്കപ്പെട്ട വിഷയം ഗ്രാമത്തിലാകെ പടർന്നു. പ്രതിഷേധം, പണിമുടക്ക്, ലാത്തി ചാർജ്. ഒടുവിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. എന്നാൽ ഒരന്വേഷണവും നടന്നില്ല. ക്രൂരമാം സമുദായ കെട്ടുകളുടെ കാരാഗ്രഹത്തിൻ കയ്യാളുകൾ നിയമം കുറിക്കുമ്പോൾ ആ ഇളം പക്ഷി എത്ര ചിറകിട്ടടിച്ചാലും ആ ഇരുമ്പഴികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. കയ്യും തലയുമില്ലാതെ ആ പ്രതിമ ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടത്തിൽ അങ്ങനെ നിലകൊണ്ടു. ആരെ അനുസ്മരിക്കുവാനാണോ ആ പ്രതിമ നിർമ്മിച്ചത്, അയാളുടെ ഒരു രൂപ സാദൃശ്യവുമില്ലാതെ ആ പ്രതിമ അങ്ങനെ നിലകൊണ്ടു. അതെ, നമ്മുടെ രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ 2ാമത്തെ തവണ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു പട്ടാളക്കാരൻ്റെ 2 മരണം. എല്ലാ ദിവസവും രാവിലെ മുരുകേശന്റെ കുഞ്ഞു മാത്രം ആ പ്രതിമയ്ക്ക് മുമ്പിൽ വരും. എന്നിട്ട് പറയും, അപ്പ, എന്നോട് അപ്പ, പിറന്ന മണ്ണിൽ മാനം കാക്കാൻ പൊരുതി മരിച്ചൊരു ധീരൻ, ഭാരതമൂവർണ്ണക്കൊടി നെഞ്ചോടേറ്റു പിടിച്ചൊരു പൗരൻ. പിറന്ന മണ്ണിൽ മാനം കാക്കാൻ പൊരുതി മരിച്ചൊരു ധീരൻ, ഭാരതമൂവർണ്ണക്കൊടി നെഞ്ചോടേറ്റു പിടിച്ചൊരു പൗരൻ. അഭിവന്ദരെ, ജാതിയുടെ മതത്തിന്റെ വിഷവിത്തുകൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തായി മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മുരുകേശന്റെ മാത്രം കഥയല്ല. ഇതുപോലെ ആയിരക്കണക്കിന് മുരുകേശന്മാർ നമ്മുടെ രാജ്യത്ത് പലയിടത്തായി പല തവണയായി കൊല്ലപ്പെടുന്നു. ഉണരണം, സമൂഹ മനസ്സാക്ഷി ഉണരണം. ജാതി മത ചിന്തകൾക്ക് അതീതമായി സ്നേഹവും സഹോദര്യവും മതേതരത്വവും പുലരട്ടെ. പുറത്തു കൂടി നടക്കുമ്പോൾ 2 ആടിൻ കുട്ടികളും അതിനമ്മയും പുല്ലു തിന്നു നടക്കുന്നു. കിളികൾ കലപില പാട്ടുമായി മരക്കൊമ്പിലിരുന്നിടുന്നു. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതാൽ കളകള ശബ്ദത്തോടെ ഒഴുകും നീർച്ചാലുകളുമുണ്ട്. മുത്ത
മുത്തശ്ശിമാവിലെ മധുരമാമ്പഴം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പച്ചപ്പട്ടു വിരിച്ചതുപോൽ അരിമണി കിട്ടും നെൽപ്പാടങ്ങൾ, പൂക്കൾ നിറയെ തിങ്ങി നിൽക്കും പൂന്തോട്ടങ്ങളുമുണ്ട്. പൂന്തേൻ കുടിച്ചു പാറി നടക്കും പൂമ്പാറ്റകളും നിറയെയുണ്ട്. ചുറ്റും പച്ചപ്പു നിറഞ്ഞു നിൽക്കും ആകാശത്തിൽ തൂമയേറിടും മഴവില്ലുമുണ്ട്. വഴിയോരത്തു കൂടി നടക്കുമ്പോൾ കാഴ്ചകൾ കാണാമല്ലോ. നന്ദി. മാമവധു ശ്രീ സരസ്വതി, മാമവധു ശ്രീ സരസ്വതി, മാമവധു ശ്രീ സരസ്വതി, മാമവധു ശ്രീ സരസ്വതി. കാമകോടി പീഠ നിവാസിനി, 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 മാമവധു ശ്രീ സരസ്വതി. കോമളധര സരോജ ദൃഢവീണാ, കോമളധര സരോജ ദൃഢവീണാ, സീമാതീതവര വാഗ്വിഭൂഷണി, സീമാതീതവര വാഗ്വിഭൂഷണി. സാ ഗസാനി ധമ ധമ ഗ മഗ സ, ഗസ മഗ ധമ നി ധ സാനി സമഗ സഗനി സാ, നീ നീ ഗസാനി ധനി 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 മധ മധനി സമഗ മാമവധു ശ്രീ സരസ്വതി. കാമകോടി പീഠ നിവാസിനി, മാമവധു ശ്രീ സരസ്വതി. രാജാധിരാജ പൂജിത ചരണേ, രാജീവനയനേ രമണീയവദനേ. രാജാധിരാജ പൂജിത ചരണേ, രാജീവനയനേ രമണീയവദനേ. സുജന മനോരഥ പൂരണ ചതുരേ, നിജಗಳ ಶೋಭಿತ ಮಣಿಮಯಹಾರೆ. ಸುಜನ ಮನೋರಥ ಪೂರಣ ಚದುರೆ, ನಿಜಗಳ ಶೋಭಿತ ಮಣಿಮಯಹಾರೆ. ಅಜ ಭವ ವಂದಿತ ವಾಸುದೇವ ಚರಣಾಭುಜ ಸಕಲ ವೇದ ಸಾರೆ.
അജഭവന്ദിത വാസുദേവ ചരണാംബുജ സകല വേദ സാരെ സാ ഗസനിധ മധ മഗ മഗ സ ഗസ മഗ ധ മനി ധ സ നി സ മഗ സ ഗ നി സ നി നി ഗ സ നി ധ ധ നി ധ ധ ധ നി ധ നി മ ധ മ ധ നി സ മ ഗ മ മ വധു ശ്രീ സരസ്വതി കാമകോടി പീഠ നിവാസിനി മാമവധു ശ്രീ സരസ്വതി. ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ കവിതയിലൂടെ പങ്കുവെക്കുന്നത്. കുട്ടിക്കിനാവ്. കവലയിലൊരു പ്രസംഗം. നാട് നന്നാവണം. കണ്ടു കാണും നിങ്ങളും. നാടാണോ നന്നാവേണ്ടത്? കണ്ണു തുറന്നു നോക്കൂ. കവലയിലൊരു പ്രസംഗം. നാട് നന്നാവണം. കണ്ടു കാണും നിങ്ങളും. നാടാണോ നന്നാവേണ്ടത്? കണ്ണു തുറന്നു നോക്കൂ. പറയുവാൻ എന്തെളുപ്പം, പറച്ചിലിലല്ല കാര്യം. നന്നാവണം ആരെന്നല്ലേ? ഞാൻ നന്നാവണം നന്മയോടെ. നല്ലത് ഞാൻ ചെയ്യണം. നാടെന്നിലാണ്, വീടെന്നിലാണ്, കാടും എന്നിലാണ്. നാട് നന്നാക്കേണ്ടത് ഞാനാണ്. വീട്ടിൽ നിന്ന് തുടങ്ങാം, കാട് കാത്തിയിടാം. നല്ല നാളേക്കായല്ല, ഇന്നിനു വേണ്ടി, ഇന്നാടിനു വേണ്ടി. സേവനവാരം നടത്തേണം, പരിസര ശുചീകരണത്തിനല്ല, മനസ്സിലെ വിഷവിത്തുക്കളെ തൂത്തുവാരാൻ, സ്നേഹം പരത്താൻ. നല്ല മനസ്സുകൾ ഇന്നിനാവശ്യം, നല്ല കാഴ്ചകൾ ഇന്നാടിനാവശ്യം. കവലയിൽ വീണ്ടും പ്രസംഗം. സ്ത്രീ സംരക്ഷണമാണ് വിഷയം. നമുക്ക് വേണ്ടത് ഇരകളല്ല, മുഖമില്ലാത്ത നിർഭയമാരുമല്ല. പ്രിയ പ്രസംഗക, നാവടച്ച് വീട്ടിലേക്ക് പോവുക, നാടു നന്നാവും. കവലയിൽ വീണ്ടും ഒരു പ്രസംഗം. സ്ത്രീ സംരക്ഷണമാണ് വിഷയം. നമുക്ക് വേണ്ടത് ഇരകളല്ല, മുഖമില്ലാത്ത നിർഭയമാരുമല്ല. പ്രിയ പ്രസംഗക, നാവടച്ച് വീട്ടിലേക്ക് പോവുക, നാട് നന്നാവും. വീട്ടിൽ നിന്ന് തുടങ്ങാം നവോത്ഥാനം. നന്നാക്കേണ്ടതുണ്ട് നിന്റെ നാവിനെ, ആധിപത്യത്തിൻ ഭാഷകളെ, ആഭാസ ചിരികളെ. വീട്ടിൽ നിന്ന് തുടങ്ങാം നവോത്ഥാനം. നന്നാക്കേണ്ടതുണ്ട് നിന്റെ നാവിനെ, ആധിപത്യത്തിൻ ഭാഷകളെ, ആഭാസ ചിരികളെ. കുട്ടികളെ, നമുക്കൊരു യുദ്ധത്തിനിറങ്ങിയാലോ? സ്നേഹിച്ച് കീഴടക്കാം ഈ ലോകത്തെ. ഞാനും നീയുമല്ല, നമ്മളാണ് ലോകം. കുട്ടികളെ, നമുക്കൊരു യുദ്ധത്തിനിറങ്ങിയാലോ? സ്നേഹിച്ച് കീഴടക്കാം ഈ ലോകത്തെ. ഞാനും നീയുമല്ല, നമ്മളാണ് ലോകം. കണ്ടിടാം കിനാവുകൾ, കുട്ടികൾ ഭരിക്കും ലോകം. പെണ്ണ് ചിരിക്കും കാലം, കാട് പൂക്കും വസന്തം, മഴ തിമിർക്കും വേനൽക്കാലം. കണ്ടിടാം കിനാവുകൾ, കുട്ടികൾ ഭരിക്കും ലോകം. പെണ്ണ് ചിരിക്കും കാലം, കാട് പൂക്കും വസന്തം, മഴ തിമിർക്കും വേനൽക്കാലം. കേശവൻ നായരും ശ്രീമതി സാറാമ്മയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറ്റേയാൾ പോകുന്നത് ചർച്ചിലാണ്. രണ്ട് സമൂഹം. എപ്പോഴും നമ്മുടെ ഇടയിൽ ചർച്ചും അമ്പലവും. ന്യായമായ ചിന്ത. ഇതുപോലെ പലതും കാണും. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തന്നെ എടുക്ക്. പ്രായമായ രണ്ട് സ്വതന്ത്ര ജീവികൾ. ലേശം വിദ്യാഭ്യാസവും ലേശം ബുദ്ധിയുമുണ്ടേ. സമൂഹം നമ്മെ തീറ്റിപ്പോറ്റുകയില്ല. പിന്നെ ക്ഷേത്രവും ചർച്ചും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളുടെ ഇടയിൽ മതിലുകൾ ഉണ്ടാവരുത്. ക്ഷമ, സഹാനുഭൂതി, കാരുണ്യം ഇവ മറക്കരുത്. തിരിഞ്ഞു. സംശയങ്ങൾ വേറെയും ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ദിസ് കേശവൻ നായർ തീർത്തു തരും. പറയൂ, കേൾക്കട്ടെ. പറയാൻ നാണം തോന്നുന്നു. നാണിച്ചു തന്നെ സുന്ദരമായി പറയൂ. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അവർ എന്ത് ജാതിയായിരിക്കും? ഹിന്ദുക്കളായിട്ട് വളർത്താൻ എനിക്കിഷ്ടമല്ല. ക്രിസ്ത്യാനിയായിട്ട് വളർത്താൻ എൻ്റെ ഭർത്താവിനും ഇഷ്ടം കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ജാതി പറയാം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മതത്തിലും വളർത്തണ്ട. അവരെങ്ങനെ
നിർമ്മതരായി വളരട്ടെ. മൃഗങ്ങളെപ്പോലെ, പക്ഷികളെപ്പോലെ, പാമ്പുകളെപ്പോലെ, ചീങ്കണ്ണികളെപ്പോലെ അല്ല, പിന്നെ പണിയുണ്ട്. പ്രായമായി വരുമ്പോൾ അവരെ പഠിപ്പിക്കുക എല്ലാ മതങ്ങളെ പറ്റിയും. അങ്ങനെ ഒരു 10-20 വയസ്സാകുമ്പോൾ എല്ലാ മതങ്ങളിലും വെച്ച് അവർക്ക് ഹൃദ്യമായത് തന്നെ അവർ സ്വീകരിക്കട്ടെ. ന്യായം. പക്ഷെ പേരോ? എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ആണാണെന്നിരിക്കട്ടെ, ആ തങ്കക്കുട്ടന് എന്ത് പേരിടും? വാസ്തവമാണല്ലോ, ആ തങ്കക്കുട്ടന് എന്ത് പേരിടും? ഹിന്ദുവിൻ്റെ പേരിടുക വയ്യ, ക്രിസ്ത്യാനിയുടേതും അതുപോലെ തന്നെ. ഒന്നും ഉണ്ടാവരുത്. അങ്ങനത്തേതെന്തുണ്ട്? ഈ ചൈന പേരെങ്ങനെ ഇരിക്കും? ചൈന പേരിൻ്റെ ഒരു സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഡങ് ഡിങ്കാഹോ. ഡങ് ഡിങ്കാഹോ. എടാ മോനെ, ഡങ് ഡിങ്കാഹോ, നീ എവിടെയാണടാ? സ്റ്റൈലുണ്ടോ? എൻ്റെ മോൻ ആ പേര് വേണ്ട. എന്നാൽ പിന്നെ റഷ്യൻ ഉണ്ട്, സ്കീ എന്ന് ചേർത്താൽ മതി. എന്ത് സ്കീ? എന്തെങ്കിലും ഒരു സ്കീ. സ്കീ, ചപ്ലോസ്കി, ചപ്ലോസ്കി വേണ്ട. എന്നാൽ കിട്ടിയിരിക്കുന്നു സ്റ്റൈലൻ പേരുകൾ. ഇന്ത്യ, പ്രേമലേഖനം, ചെറുകഥ, കൊടുങ്കാറ്റ്, സഹാറ, ആകാശം, നിലാവെളിച്ചം, കരിമീൻ, സിംബോളിസം, അടയ്ക്കാമരം, മിഠായി, നാടകം, സമുദ്രം, ചെമ്മീൻ കണ്ണൻ, വെള്ളിയാഴ്ച, കുൾട്ടാപ്പൻ, ഗദ്യകവിത, മാണിക്യക്കല്ല്, തീനാളം, മിസ്റ്റിസിസം, നക്ഷത്രം. നിർത്തണേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ മോനെ, ചെമ്മീൻ കണ്ണോ, അമ്മച്ചിയുടെ ചെമ്മീൻ കണ്ണോ വേണ്ട. എടാ മോനെ, ഗദ്യകവിത, എടാ മോനെ, ചെറുകഥ, എടാ മോനെ, നിലാവെളിച്ചമേ, ഇതൊന്നും ശരിയാവില്ല. എന്നാൽ നമുക്ക് ഓരോന്നും എഴുതി നറുക്കിട്ട് 2 എണ്ണം എടുക്കാം. വഴക്കു വേണ്ട, പോരെങ്കിൽ ഡബിൾ പേരാണ് സ്റ്റൈൽ. എനിക്ക് കിട്ടിയത് മിഠായി. എന്റേത് ആകാശം. മിഠായി ആകാശം. എടാ മോനെ, മിഠായി ആകാശം. തെറ്റ്, ആകാശ മിഠായി. ഇങ്ങനെ വിളിക്കൂ. എടാ മോനെ, ആകാശ മിഠായി, നീ എവിടെയാടാ ആകാശ മിഠായിയെ? ഗംഭീരനായിരിക്കുന്നു മിസ്റ്റർ ആകാശ മിഠായി, ശ്രീജിത്ത് ആകാശ മിഠായി, സഖാവ് ആകാശ മിഠായി. അപ്പോ എന്റെ തങ്കക്കുട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ? എടാ, ആവണേ ആവട്ടെ, ഏത് ഡുങ്കാസിലും ചേരട്ടെ, അവന്റെ ഇഷ്ടം, അല്ലാതെന്താ. എന്നാൽ എന്റെ മകന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്റെ മകൻ ഏത് പാർട്ടിയിലും ചേരാം. എൻ്റെ മകൻ സാറാമ്മ ഇതുവരെ പറഞ്ഞതിലെല്ലാത്തിലും എൻ്റെ മകൻ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത്രയ്ക്ക് സ്വാർത്ഥത്തില പാടില്ല കേട്ടോ. ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും എനിക്ക് ആകാശ മിഠായിയുടെ മേൽ യാതൊരു അവകാശവുമില്ലെന്ന്. മേലിൽ നമ്മുടെ മകൻ എന്ന് പറയണം. ഓർമ്മിപ്പിച്ചത് നന്നായി. ഓ, ഞാൻ വെറുതെ അതേ പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ? അപ്പോൾ സാറാമ്മ നേരത്തെ പറഞ്ഞതോ? എന്ത് പറഞ്ഞു? എൻ്റെ ഭാര്യയാകാമെന്ന്. ആയിട്ട്? ഓ, സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദം. വിനോദം അത് ജീവിതത്തിന്റെ എന്താണെന്ന് അറിയാമോ? എനിക്കറിയണ്ട. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. നമസ്കാരം. ഇന്നത്തെ കോടതി നടപടികൾ ഇവിടെ ആരംഭിക്കുന്നു. കേസ് നമ്പർ Q794/2025 പൊതു അന്യായ ഹർജി. ഹർജിക്കാർ കേരള ജനകീയ കൂട്ടായ്മ. പ്രതികൾ പഞ്ചഭൂതങ്ങൾ. ഓർഡർ, ഓർഡർ. The court is starting. You may appeal. Your Honor, ഈ നിൽക്കുന്ന പ്രതികളായ വായു, ജലം, അഗ്നി, ആകാശം, ഭൂമി എന്നിവർ കഴിഞ്ഞ കുറെ നാളുകളായി എൻ്റെ കക്ഷികളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയൊരുക്കുന്നു. ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒഴുക്കിക്കൊണ്ടുപോയി വാസസ്ഥലങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കി. കൊടും കാറ്റിലൂടെയും കടൽ ക്ഷോഭത്തിലൂടെയും സർവനാശം വിതച്ചു. കൃഷിനാശത്തിലൂടെ ജീവനോപാധിക്കുള്ള അവകാശത്തെ തന്നെ ഇല്ലാതാക്കി. മേൽപ്പറഞ്ഞ പ്രതികളുടെ ചെയ്തികൾ കരുതി വരുത്തി എൻ്റെ കക്ഷികളെ ഭയരഹിതമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു.
പ്രതിഭാഗം വക്കീലിന് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? യുവർ ഓണർ, ജലഗണങ്ങളുടെ മാതാവായ കടലമ്മയാണ് ഞാൻ. ഞങ്ങൾക്ക് വക്കീലില്ല. ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾ സ്വയം തെളിയിച്ചു കൊള്ളാം. കണ്ടില്ലേ, മെലിഞ്ഞുണങ്ങിയ എൻ്റെ മക്കളെ കണ്ട് ഹൃദയം മുറിഞ്ഞ ഒരമ്മ മനസ്സ്. നോക്കൂ, എൻ്റെ മക്കളായ നദികളുടെ അവസ്ഥ. അശാസ്ത്രീയമായ അണക്കെട്ടുകളുടെ ബാഹുല്യം, അമിതമായ മണൽവാരൽ, അനാവശ്യമായ നിർമ്മിതികൾ എല്ലാം അവരെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. സകല വിലങ്ങുകളും ഭേദിച്ച സർവശക്തിയും സമാഹരിച്ച സംഹാര താണ്ഡവമാടാൻ അവരെ നിർബന്ധിച്ച അമ്മയാണ് ഞാൻ. അതെ അമ്മേ, അത് ഞങ്ങൾ അനുസരിച്ചു. ഞങ്ങൾ നദികൾ നിറഞ്ഞു തുളുമ്പി കരകവിഞ്ഞു, ഭീതി പരത്തി ഭീകരമായി പ്രതികരിച്ചു. മനുഷ്യർ ഞങ്ങൾക്കു നേരെ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളെല്ലാം ഞങ്ങൾ കരയിലേക്ക് തന്നെ തിരികെ കൊടുത്തു. അവരുടെ ഭവനങ്ങളിൽ വിഷ ജീവികളെ പാർപ്പിച്ചു. എന്നാൽ തിരമാല കൈകളാൽ ആലിംഗനം ചെയ്യാൻ അറപ്പ് തോന്നും വിധം ഞങ്ങൾ ചീത്തയായി. പുണ്യപുരാതന ക്ഷേത്രങ്ങളെ പോലും അശുദ്ധി വരുത്തിയെന്ന ചീത്തപ്പേരും ലഭിച്ചു. ഞാൻ ആകാശം, വാഹനങ്ങളുടെയും ഫാക്ടറികളുടെയും കരയും പുകയും കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങളും ഫാക്ടറികളിൽ പുറന്തള്ളുന്ന വിഷവാതകങ്ങളും എന്നിലെ ഘടനയെ തകർത്തു. എന്നിലെ ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണു. ഫലമോ, സൂര്യന്റെ വിനാശകരമായ രശ്മികൾ ഭൂമിയിലേക്ക് വന്നു പതിച്ചു. ഹരിത സൂര്യദേവ, ഹരിത, ഞങ്ങളെ ഇങ്ങനെ ചുട്ടേരിക്കരുത്. വർഷത്തിലൊരിക്കൽ കുട്ടികളുമായി എല്ലാം മറന്ന് ആസ്വദിക്കാനെത്തുന്ന ഞങ്ങൾ പാവങ്ങളല്ലേ. വിശുദ്ധീകരണമാണ് എൻ്റെ ധർമ്മം. അത് മറന്ന് നിങ്ങൾ ആഘോഷങ്ങൾക്കായി എന്നെ ദുരുപയോഗം ചെയ്തു. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മലിനത നമ്മുടെ പിതാവിനെ അസ്വസ്ഥനാക്കുന്നു. അത് നാം സഹിക്കില്ല. 10 വർഷത്തിനിടെ 4 വൻകിട പ്ലാസ്റ്റിക് ഫാക്ടറികളാണ് നാം തകർത്തിയത്. മിഠായി തെരുവ്, ചാല, ഒടുവിലായി മൺവിളയും. അരുത് വായുദേവ, അരുത്. കടലിന്റെ മക്കൾ ഞങ്ങൾ പാവങ്ങളല്ലേ. നിങ്ങൾ പാവങ്ങളായിരിക്കാം, എന്നാൽ വായുദേവനായ നാം കോപിഷ്ഠനാണ്. നാമാണ് നിങ്ങൾ കോക്കി എന്ന ദുരന്തം സമ്മാനിച്ചത്. എനിക്ക് ഒരേഷ്ടം കടന്നു പോകാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ തുറന്നിടാറുണ്ടോ? അപ്പോൾ അവസരം വരുമ്പോൾ ഞാൻ പുറത്ത് ചാടും, ആഞ്ഞു വീശും, നാശം വിതയ്ക്കുക തന്നെ ചെയ്യും. ഹേ അഗ്നിദേവ, നിങ്ങൾ ആളിക്കത്തുന്നത് എൻ്റെ സാന്നിധ്യത്താലാണ്. വായുവില്ലാതെ നിങ്ങൾക്ക് എന്ത് നിലനിൽപ്പ്? ഞാനാണ് യഥാർത്ഥ ശക്തി. ജലമില്ലെങ്കിൽ വൃത്തി ഉണ്ടാകുമോ? ഭൂമിയെ കുളിപ്പിക്കാനും ജീവജാലങ്ങൾക്ക് ജീവിക്കാനും അഗ്നിയെ നശിപ്പിക്കാനും ഈ ജലം വേണ്ടേ? നിർത്തൂ. ഭൂമിയിലെ മനുഷ്യരെ കണ്ടുപഠിച്ച നിങ്ങളും തുടങ്ങിയോ? നമ്മൾ പഞ്ചഭൂതങ്ങൾ 5 പേരും തുല്യരാണ്. നമ്മൾ ചേരുന്നതാണ് പ്രകൃതി, അതാണ് പ്രപഞ്ചം. സൈലൻസ്. വാദപ്രതിവാദങ്ങൾ അവസാനിക്കുന്നതോടെ കോടതി ഇന്നു തന്നെ വിധി പ്രഖ്യാപിക്കുന്നതാണ്. ഇവിടെ വാദികളാണ് യഥാർത്ഥ കുറ്റക്കാർ എന്ന കോടതിക്ക് തെളിഞ്ഞു. പഞ്ചഭൂതങ്ങളെ ദ്രോഹിച്ച് പ്രകൃതി സന്തുലിത ഇല്ലാതാക്കാൻ നോക്കിയ ജനകീയ കൂട്ടായ്മ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. ആയതിനാൽ അടുത്ത 1 വർഷക്കാലം കുടിവെള്ളമില്ലാതെ ജലക്ഷാമം അനുഭവിച്ച ജനകീയ കൂട്ടായ്മ കഴിയട്ടെ എന്ന് കോടതി വിധിക്കുന്നു. ഹരിത കുറ്റക്കാരാണെങ്കിലും അവർ ഞങ്ങളുടെ മക്കളാണ്. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവരെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അത് നാം സഹിക്കില്ല.
ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന താക്കീത് മാത്രം നൽകിയാൽ മതി. കണ്ടില്ലേ, നമ്മൾ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും പ്രകൃതിക്ക് മനുഷ്യനോടുള്ള സ്നേഹം. പ്രകൃതി അമ്മയാണ്. നമുക്ക് ഭക്ഷണവും പാർപ്പിടവും ശുദ്ധവായുവും ദാഹജലവും ഒക്കെ നൽകുന്ന ഈ അമ്മയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദനം ബാലവേദിയുടെ കൊച്ചുമിടുക്കർക്ക് നല്ല കയ്യടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാം നമുക്ക്. നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ഭൂതപ്പാട്ടിൻ്റെ ആദ്യ വൈകരാണ്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റിനോട്ടിട്ടൊരു ഉണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങനെ പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയെ മോരോട് ചൊപ്പി വടിച്ചിട്ട് കാക്കയും പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വച്ചാൽ ഉരുമ്പരിച്ചാലോ, തലയിൽ വച്ചാൽ പേനരിച്ചാലോ, തങ്കക്കൂടത്തിന് താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തൂട തട്ടി ഉറക്കിയിട്ട് ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. നന്ദി, നമസ്കാരം. നന്ദുവിൻ്റെയും നമസിയുടെയും മികച്ച പ്രകടനത്തിന് കയ്യടി കൊടുക്കാം. നന്ദി. ഒരു സിംഹത്തിൻ്റെ മെലിയുടെയാണ് ഒരു കുഞ്ഞനെല്ലാണ്. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ഭയങ്കര കുഞ്ഞല്ലി ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരുടെ ബാഗും പഴവും സാധനങ്ങളെല്ലാം കഴിച്ച് കീറി ഇട്ട ഒരു കുഞ്ഞനെലി. ആ എലീനെ ആ നാട്ടിൽ നിന്ന് നാട്ടുകാരെല്ലാവരും ഓടിച്ച് ആ എലി ഇങ്ങോട്ട് പോയി കാട്ടിലോട്ട് പോയി. കാട്ടിൽ പോയപ്പോഴാണ് അവിടെ നിന്നാണ് ഭയങ്കര വികൃതി ഓടിയപ്പോൾ അങ്ങനെ ഒരു ദിവസം വയറൊക്കെ ഫുള്ള് ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഒരു മല കണ്ടു. ആ മലയിൽ കയറി ഒന്ന് ഉറങ്ങാൻ നോക്കി കയറി. എനിക്ക് കളിച്ചാൽ നോക്കി ആ മലയിൽ കയറി കളിക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കിയപ്പം ഇതെന്താ പൊങ്ങിയും താരയും ഒത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായ സിംഹമാണ്. അപ്പം തന്നെ സിംഹത്തിന് മത്സ്യം സിംഹമേറ്റും ആ എലിനെ കയ്യിലെടുത്തു. അപ്പോൾ ആ എലി വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എലി പറഞ്ഞു, സിംഹമേ സോറി, ഇനി ഞാൻ തിരിച്ചു വല്ല സഹായം ചെയ്യും. അയ്യേ പോടാ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി വിട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സിംഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു എനിക്കൊരു ആട്ടിൻകുട്ടീനെ വേണമെന്ന്. അപ്പോൾ ആ സിംഹം ഇങ്ങനെ പോയപ്പോൾ നല്ലൊരു ആട്ടിൻകുട്ടീനെ കണ്ടു. അപ്പോൾ അതിനിങ്ങനെ ചാടി വേട്ടയാടാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് വേടൻ്റെ വലയാണ്. അപ്പോൾ ഇങ്ങനെ ഒച്ച വെച്ചു, ആരെന്നെ രക്ഷിക്കാൻ വേണമെന്നറിഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ആന വന്നു. ആന പറഞ്ഞു നന്നായി തിരിച്ചത് തന്നെ വേണം. ആന പോയി. അപ്പോൾ അവിടെ നിന്നൊരു കടുവ വന്നു. അത് തന്നെ തിരിച്ചു വേണം, കാരണം ഇനി അടുത്തത് ഞാൻ അയച്ചുമല്ലോ രാജാവാക്കാൻ പോകുന്നത്. അപ്പോൾ ആയിഷതങ്ങിയിട്ട് ആര് വന്നു, കുഞ്ഞനെലി വന്നു. എന്നിട്ട് അതെല്ലാം കടിച്ച് പറിച്ച് രക്ഷപ്പെട്ടി. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങൾ ആരെയും ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. യുദ്ധങ്ങളുടെയും എല്ലാ ധർമ്മങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ കാത്തിരിക്കും. അവസാനത്തെ ദുശാസനം അവസാനിക്കും വരെ. സ്ത്രീ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, ചരിത്രങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ഭൂമിയിൽ എന്തിനേറെ പറയുന്നു, സ്വർഗത്തിൽ പോലും ദുരിതങ്ങൾ ഏറ്റുവാങ്ങുവാനായി വിധിക്കപ്പെട്ടവൾ. പകിട 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 12 അഷ്ടൈശ്വര്യങ്ങളും അതുല്യ പരാക്രമികളുമായ സഹോദരങ്ങളെ, ചൂതുകളിൽ നഷ്ടപ്പെട്ട പടവുകളിൽ ചതുര യുധിഷ്ഠിര, നിനക്കിവിടെ തിരിച്ചു പിടിക്കണ്ടേ? പണയം വയ്ക്കാൻ ഇനിയുമുണ്ടല്ലോ ബാക്കി. നിങ്ങളുടെ ധർമ്മപത്നി ദ്രൗപദി
ഈ ശകുനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ചൂതുകളിലെ മാന്ത്രിക വിദ്യകൾ കാട്ടിത്തരാം. പകിട 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 12. നടക്ക്. കൃഷ്ണ ഭഗവാനെ, കൗരവ രാജധാനി കണ്ണുമുടി കെട്ടിയ ഈ സദാചാരത്തിന് മുമ്പിൽ നിരാലംബയായ സ്ത്രീ അപമാനിതയാവുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ദുശാസന, നിന്റെ ഹൃദയ രക്തത്തിൽ കൈമുക്കി ഈ എഴിഞ്ഞു വീണ കാർക്കുന്തൽ കെട്ടിവെക്കുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. ഹോ, എന്താ 9 ശക്തികൾ ഒരാളുടെ ഭാര്യയെ ചേർത്ത് വെച്ച് ഭിത്തി പണിയുക? ഒരു സ്ത്രീയെ വില കൊടുത്തിട്ടാണെങ്കിലും കാര്യങ്ങൾ പൂർത്തിയായിരിക്കുക. എന്ത് ചാച്ചനങ്ങനെ ധിക്കരിക്കാൻ നമുക്കാകില്ലല്ലോ. നിങ്ങളാരും കരയരുത്. എന്നെയും ചേർത്ത് ഭിത്തി പണിതോളൂ. പക്ഷെ എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ എനിക്കവളെ ഭാര്യയെടുത്ത് മുലയൂട്ടണം. ഒരമ്മയുടെ അവകാശം നിഷേധിച്ച് കളയരുത്. ഹേ ശൂർപ്പണഖേ, മദാല സ്വഭാവം കാട്ടി പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന കാമരൂപിണി, നിന്റെ മാറും മൂക്കും ഞാനിതാ അരിഞ്ഞു വീഴ്ത്തുന്നു. അരിയരുത് പ്രഭോ. രാക്ഷസ കുല ജാതിയാണെങ്കിലും പ്രണയിച്ച് ഒരു പുരുഷനത്ത് ജീവിച്ച് ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുവാനും അതിനെ മുലയൂട്ടുവാനും ഞാനും ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഹേ രാമ, പുരുഷാധികാരത്തിനെയും പുരുഷഗർവിനെയും പുരുഷോത്തിക്ക് മുമ്പിൽ ഒരു രാക്ഷസകുല സ്ത്രീ അപമാനിതയാവുന്നത് ഇത് കാട്ടാൾ അനീതിയാണ്, അനീതി. നിങ്ങൾക്കറിയാമോ, 1-2 ദിവസമല്ല, 40 ദിവസമാണ് ഞാൻ എൻ്റെ പൊന്നുമോളെ കാണാതെ, അവൾ എവിടെയാണെന്നറിയാതെ. ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒടുവിൽ 43 ദിവസം കീറിപ്പറിഞ്ഞ് പണിഞ്ഞതുപോലെ പൊന്നുമോളെ കണ്ണു തുറക്കടി. പാതി ജീവനോടെയാണെങ്കിലും എനിക്കെൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയല്ലോ. ഏതെങ്കിലും ഒരു ഓടയിൽ ജീർണിച്ച് കിടന്നില്ലല്ലോ എൻ്റെ കുട്ടി. നിങ്ങൾക്കറിയാമോ, എവിടെയും അവരുണ്ട്. ബസ് സ്റ്റാൻഡിൽ, റോഡിൽ, ആളില്ലാത്ത സ്ഥലങ്ങളിൽ. ആരാ നിങ്ങൾ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനക്ക് ഉന്ന വേണോ? വാടി. ആരാ നിങ്ങൾ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ஏய் சத்தப்படாத, இங்க உன்னை காப்பாத்துறதுக்கு யாரும் இல்ல. வாடி. என்ன செய்யுது? ഒന്ന് മോളെ കണ്ണു തുറക്കടി. കണ്ണു തുറന്ന് അമ്മ ഒന്ന് നോക്കടി. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഞങ്ങൾ നിങ്ങൾക്ക് അമ്മയല്ലേ, മകളല്ലേ, പെങ്ങളല്ലേ? എന്താ നിങ്ങളിത് മറന്നുപോകുന്നു? ഇന്നും എന്നും ഒന്നുപോലെ ആയിരിക്കില്ല. വേട്ട നായ്ക്കളുടെ പല്ലിൽ നിന്നും വീണ്ടും കയറിയ നെഞ്ചുമായി അവൾ ഉയർന്നെഴുതേക്കും എല്ലാ പുരുഷാധികാരത്തിനെയും തിരുത്തി കുറിക്കാൻ. നന്ദി, നമസ്കാരം. ഇൻ ഡെഹ്റ എന്ന് പറയുന്ന പുസ്തകമാണ്. 1992 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പുസ്തകമാണിത്. ആത്മകഥ എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ലെങ്കിലും എഴുത്തുകാരൻ്റെ ബാല്യകാലം മുതലുള്ള ഒരു പിടി ഓർമ്മകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒരു നിഷ്കളങ്കനായ കുട്ടിയിൽ നിന്ന് മുതിർന്നയാളാവുമ്പോൾ ഒരാളിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ പ്രകടമാകും. എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളെയും പോലെ സാങ്കല്പിക കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും ഈ പുസ്തകത്തിലും കാണാം. കഥ തുടങ്ങുന്നത് റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒപ്പം 2ാം ലോക മഹായുദ്ധ സമയത്ത് ഇന്തോനേഷ്യയിലെ ജാവ എന്നൊരു ദ്വീപിൽ അകപ്പെടുന്ന ഒരു വിവരണവുമായാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നമ്മെ എത്തിക്കുന്നത് നാം ഇന്നും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നേക്കാണ്: വനനശീകരണം. വനനശീകരണത്തിനെതിരെ അദ്ദേഹം തൻ്റെ തൂലിക ആയുധമാക്കി
ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ നാടായ ഡെഹ്റ അഥവാ ഡെറാഡൂണിലേക്ക് തിരിച്ചെത്തുന്ന അദ്ദേഹം കാണുന്നത് താൻ ചെറുപ്പം മുതൽ കാണുന്നതും താൻ നട്ടതുമായ നൂറുകണക്കിന് മരങ്ങൾ നശിച്ചു പോയതാണ്. അവയൊന്നും കാണാനില്ല. എല്ലാം വെട്ടി നശിപ്പിക്കപ്പെട്ടിരുന്നു. എല്ലായിടത്തുമുള്ളത് കൂറ്റൻ കെട്ടിടങ്ങൾ. ഈ പുസ്തകത്തിൽ ഇതേപോലെ ചെറുതും എന്നാൽ നമ്മുടെ മനസ്സിനെ തൊട്ടറിയുന്നതുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മറ്റൊരു വിഷമകരമായ അനുഭവം എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ടിൻ്റെ അച്ഛൻ മരിക്കുന്നതും അമ്മ വിദേശത്ത് പോകുന്നതും അവൻ തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ഒറ്റപ്പെട്ടു പോകുന്നതുമാണ്. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുതിരവണ്ടിക്കാരനായിരുന്നു. ഈ പുസ്തകത്തിൽ ടോങ്കാവാല എന്നാണ് പറയുന്നത്. ആ കുതിരവണ്ടിക്കാരനോടൊപ്പമായിരുന്നു അവൻ തൻ്റെ ചെറുപ്പകാലവും അവൻ്റെ വിനോദ സമയങ്ങളും ചിലവഴിച്ചിരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം അവൻ്റെ അമ്മ അവനെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനു മുന്നേ അവൻ ആ റിക്ഷാക്കാരൻ്റെ ഒപ്പം അവസാനമായി ഒരു യാത്രയ്ക്ക് പോകുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കാറുകളും ബൈക്കുകളും വരുമ്പോൾ എൻ്റെ ജീവിതമാർഗം നഷ്ടപ്പെടും. അടുത്ത വട്ടം നീ വരുമ്പോൾ ചിലപ്പോൾ പട്ടിണി കാരണം എനിക്കെന്തെങ്കിലും സംഭവിച്ചിരിക്കും. ഇത് യന്ത്രവൽകൃത ലോകത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ഇത്തരത്തിൽ വളരെ ചെറുതും എന്നാൽ പ്രസക്തവുമായ പല സന്ദർഭങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ഇതേപോലെ പരിസ്ഥിതിക്കിണങ്ങി ജീവിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പുസ്തകത്തിലെ റസ്കിൻ ബോണ്ടിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്. അവരുടെ വീടിൻ്റെ അടുത്തുള്ള തോട്ടം, അവിടെ പരിസരത്തുള്ള എല്ലാ ജീവികളും വന്നു പോകുന്നു. അതിനെല്ലാം അവർ ഭക്ഷണം കൊടുക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന റസ്കിൻ ബോണ്ടിൻ്റെ മനസ്സിനുണ്ടാകുന്ന കുളിർമയും ശാന്തിയും ഈ പുസ്തകത്തിലൂടെ പ്രകടമാണ്. ഡൽഹി എന്ന നഗരത്തിൻ്റെ ശബ്ദങ്ങളും ഒച്ചയും ഘരഘരാരവത്തിൽ നിന്നും അവൻ മാറി തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. മനസ്സിന് ശാന്തി ലഭിക്കുന്നു. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകത്തിലൂടെ ഒരു പിടി ഓർമ്മകൾ മാത്രമല്ല റസ്കിൻ ബോണ്ട് നമുക്ക് സമ്മാനിക്കുന്നത്, മറിച്ച് നമ്മെ ഒരു പിടി തിരിച്ചറിവുകളാണ്. വനനശീകരണം, പരിസ്ഥിതി മലിനീകരണം, വിണ്ടുപോകുന്ന ബന്ധങ്ങൾ തുടങ്ങി ഒട്ടേറെ ഇന്നും പ്രസക്തമായ വിഷയങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ കുട്ടികളും ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം. കൈതപ്പൂവിൻ കണ്ണിക്കൂറമ്പിൽ തൊട്ടോ തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊളിഞ്ഞോ കണ്ടോ കണ്ടില്ല, മുല്ലാലേ വിരൽ മുറിഞ്ഞോ മനസ്സിൽ നിറയെ മണിക്കൂറുമ്പിയ മധുര നൊമ്പരം, കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ട് രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്ന നൊമ്പരം, ഇക്കിരിക്കി കൊഞ്ചിലങ്ക കതോല കൈവള പളങ്ക് മോതിരം, ഇക്കിരിക്കി കൊഞ്ചിലങ്ക കതോല കൈവള പളങ്ക് മോതിരം, കൈതപ്പൂവിൻ കണ്ണിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊളിഞ്ഞോ കണ്ടു കണ്ടില്ല, മുലാലേ വിരൽ മുറിഞ്ഞോ മനസ്സിൽ നിറയെ മണിക്കുറുമ്പിയ മധുര നൊമ്പരം, കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ട് രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്ന നൊമ്പരം, ഇക്കിരിക്കി കൊഞ്ചിലങ്ക കതോല കൈവള പളങ്ക് മോതിരം, ഇക്കിരിക്കി കൊഞ്ചിലങ്ക കതോല കൈവള പളങ്ക് മോതിരം, കൈതപ്പൂവിൻ കണ്ണിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തെളിയൊളിഞ്ഞോ കണ്ടോ കണ്ടില്ല, മുലാലേ വിരൽ മുറിഞ്ഞോ മനസ്സിൽ നിറയെ മണിക്കുറുമ്പിയ മധുര നൊമ്പരം, കതിർകത്തും കിരികിടമാലെങ്കും കത്തിവിളങ്ങണ കസിറകമേ, കതിർപതിയുതക്കം മുന്നിൽ പൊങ്കും സംഗീതമീണ്ടേ അടങ്കലുമേ, പൂഞ്ചിറകേറി ഹുദൂദ് സഭയിൽ കൊട്ടാര പുതുമത്തരമൊത്ത് പത്തര മാറ്റാൻ മുത്തൊളിരാങ്ങി ബൽക്കീസൊളിവൊത്ത്,
നിരകേറി ഹുദൂദ് സഭയിൽ കൊട്ടാര പുതുമത്തരമൊത്ത് പത്തരമാറ്റാൻ മുത്തൊളിരാങ്ങി ബൽക്കീസൊളിവൊത്ത് എങ്കും പങ്കീസം തിങ്കുന്നേ കതൃകത്തും കിരികിടമാലെങ്കും കത്തിവിളങ്കണ കസിറകമേ കതിർപതിയുതക്കം മുന്നിൽ പൊങ്കും സങ്കിടമീണ്ടേ അടങ്കലുമേ ചതുർപുറമലങ്കൃതം ചതിരമേ ചതമിട്ട് ഹുദ് ഹുദ് ഉഷനിമ്പം അതിശയമേ ചതുർപുറമലങ്കൃതം ചതിരമേ ചതമിട്ട് ഹുദ് ഹുദ് ഉഷനിമ്പം അതിശയമേ ചിതമിട്ട് പറന്നിടവേ സുലൈമാൻ നബിയോരിലണഞ്ഞിടവേ ചിന്തിന എന്തതിലൊക്കെയും വെക്കാം ചോദിയിലുതക്കം ചങ്കുകലങ്ങി അന്തത് മുട്ടിയ കാര്യം തിടുക്കം കുറി കുറുത്തേ ബിസ്മിയാർ പൊരുളൊരുത്തേ നലവോടെ ഹുദു ഹുദുമേ നലങ്കൊത്തിപ്പറന്നകത്തേ കതൃകത്തും കിരികിടമാലെങ്കും കത്തിവിളങ്കണ കസിറകമേ കതിർപതിയുതക്കം മുന്നിൽ പൊങ്കും സങ്കിടമീണ്ടേ അടങ്കലുമേ മുതിർത്തേറ്റം മരങ്കൊത്തി സുലൈമാൻ ഒരു സ്ഥലത്ത് മൂന്നാമിന്നി പറന്നെത്തി കൊടുത്തേകത്ത് മുതിർത്തേറ്റം മരങ്കൊത്തി സുലൈമാൻ ഒരു സ്ഥലത്ത് മൂന്നാമിന്നി പറന്നെത്തി കൊടുത്തേകത്ത് പുതുപാദമുതിനിടുവാൻ ഹുദു ഹുദ് അറശിയാൽ മനമും കാത്തേ കത്തുപൊളുത്തതിനുള്ളറിവീരെ ചിത്തം കലങ്ങി കത്തിരി വിത്തു തീനങ്ങം തേടി താനം കുലുങ്ങി ഉണന്തേറ്റമ്പിളി മൊളിയായി ഒളിയെങ്കും മുഷങ്കിടലായി ഊരെ മതിൽ കുശൽ തരമായി ഉഷർമ്മപ്പെട്ടൊരു സ്വരമായി കതൃകത്തും കിരികിടമാലെങ്കും കത്തിവിളങ്കണ കസിറകമേ കതിർപതിയുതക്കം മുന്നിൽ പൊങ്കും സങ്കിടമീണ്ടേ അടങ്കലുമേ വിദൂരത്ത് കാനിറാണി കതിരം പൊന്നരിശം വിട്ടാതിമോദം പരിവാരമണി നിടലായി വിദൂരത്ത് കാനിറാണി കതിരം പൊന്നരിശം വിട്ടാതിമോദം പരിവാരമണി നിടലായി വദനമില്ലാജ പൊളിയായി പുതുമകളന്തനകം വിധം കൊതിയായി ഉള്ളകമെത്തിട റാണി മന്ദേ ഹബ്ബിൽ ക്ഷണീത്തെ ഉണ്മയിലേറ്റം മുത്തു സുലൈമാൻ റാണിക്കടുത്തെ ഉരയവറകമികവായി ഉരയും ഖൈറാതിശയമായി ഇരുൾ വെടിഞ്ഞിറങ്ങി റാണി ഇറൈവനിൽ അടുത്തുങ്കണേ കതൃകത്തും കിരികിടമാലെങ്കും കത്തിവിളങ്കണ കസിറകമേ കതിർപതിയുതക്കം മുന്നിൽ പൊങ്കും സങ്കിടമീണ്ടേ അടങ്കലുമേ മഹാഭാരത യുദ്ധം അശ്വത്ഥമാ നഹത. ഇത് അശ്വത്ഥമാവിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം. അർജുന, തടുക്കാൻ കഴിയുമെങ്കിൽ തടുക്കണേ. ഭീരുവായ അർജുനൻ അവന്റെ അസ്ത്രം പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ കൃഷ്ണ, ഞാൻ ഇല്ല. എന്റെ അസ്ത്രം അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ പതിക്കട്ടെ. യുദ്ധങ്ങൾ എക്കാലത്തും ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. യുദ്ധം യുദ്ധം യുദ്ധം. നിങ്ങൾ എത്രയും വേഗം ഇവിടം വിട്ട് ഒഴിഞ്ഞു പോവുക. ഞങ്ങളുടെ തോക്കുകൾ നിങ്ങൾക്ക് നേരെയാണ്. ഇത് പട്ടാളത്തിന്റെ അന്ത്യശാസനം. നിങ്ങളാരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോനെ സനു, നീ ഒട്ടും പേടിക്കണ്ട. സ്കൂളുകളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും ആശുപത്രികളെയും
അവർ ആക്രമിക്കുകയില്ല. നിങ്ങൾ UN അഭയാർത്ഥി ക്യാമ്പിലാണ്. മോനെ സനൂൻ, കുട്ടികളെ അവർ ആക്രമിക്കുകയില്ല. എൻ്റെ കയ്യിലെ ഈ വെള്ളക്കൊടി ഞാൻ ഉയർത്തി വീശുന്നുണ്ട്. രക്ഷിക്കാനായില്ലല്ലോ മോനെ. എപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഗാസയിലേക്ക് വന്നു. UN സമാധാന സേനാംഗമായിരുന്നു. ഞാനും എൻ്റെ കുട്ടികളുടെ അമ്മയാണ്. അവർ എൻ്റെ രാജ്യത്ത് സുരക്ഷിതരാണ്. പക്ഷേ നിന്നെ എനിക്ക് രക്ഷിക്കാനായില്ലല്ലോ മോനെ. നിങ്ങൾ എത്രയും വേഗം ഇളം വിട്ടൊഴിഞ്ഞു പോവുക. എല്ലാ അതിർത്തികളും പൂട്ടിയിട്ട് കരയുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ഇസ്രായേലിന്റെ അന്ത്യശാസനം. എല്ലാ അതിർത്തികളും പൂട്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഇവരോട് പാലായനം ചെയ്യാൻ പറയുന്നത്? ഇത് ഇവരുടെ നാടാണ്. ഇവിടെ നിന്നും എങ്ങോട്ടാണ് അവർ പാലായനം ചെയ്യേണ്ടത്? തന്നെ പോലെ തൻ്റെ അയൽക്കാരെയും സ്നേഹിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാടാണിത്, പാലസ്തീനാണിത്. ഹേ ഭരണകൂടമേ, നിങ്ങൾ അവനെ കുരിശിൽ തറച്ചില്ലേ? പുതിയ കാലത്ത് ഈ ജനതയെയും നിങ്ങൾ കുരിശിൽ തറയ്ക്കുകയാണ്. സ്കൂളുകളെയും ആശുപത്രികളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും ആക്രമിക്കുന്നത് ഇത് എന്ത് യുദ്ധനീതി? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാനൊരു ജാപ്പനീസ് മുത്തശ്ശനാണ്. ഞങ്ങളുടെ നാട്ടിലും നിങ്ങളെപ്പോലെ ഒരു കൊച്ചു കൂട്ടുകാരി ഉണ്ടായിരുന്നു, സഡാക്കി സുസാക്കി. ലോകസമാധാനത്തിനായി 1000 കൊക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ആ കുട്ടിക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വരൂ, നമുക്കുണ്ടാക്കി തുടങ്ങാം 1000 കൊക്കുകൾ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്കൊന്നിച്ചുണ്ടാക്കി തുടങ്ങാം 1000 കൊക്കുകൾ. ഓളങ്ങളോടുന്ന കാളിന്തി കണ്ടു, വളവിയലും അവളുടയ ഗതിയഴകു കണ്ടു. ഹംസങ്ങൾ നീന്തും തടാകങ്ങൾ കണ്ടു, സരസിനുടെ ഹസിത സമമംബുജം കണ്ടു. ഗോവർദ്ധനാദ്രിയത്യുന്നതം കണ്ടു, ഗഗനമൊടു കഥ പറയും അതിനഴകു കണ്ടു. കേകികൾ നൃത്തമാടും മല കണ്ടു, അമലമണി സദൃശരുചിയാം പീലി കണ്ടു. വള്ളത്തോളിൻ്റെ ഒരു ചിത്രം. ഗാനയന്ത്രങ്ങളിൽ വീണാപ്രകാണ്ഡം നീ, സൂനങ്ങളിൽ പനി നീർപ്പൂവു നീ. സ്നാനം കഴിക്കേണ്ടും തീർത്ഥശതങ്ങളിൽ വാനവർഗംഗ നീ വാസുദേവാ. എന്തിലും മീതെ വിളങ്ങുന്ന ദൈവമേ, ചിന്തിത സർവസ്വചിന്താമണേ. അന്തിക്കു നാമം ജപിക്കുമ്പോൾ നിത്യമീ നിന്തിരുമേയുള്ളിൽ തോന്നേണമേ.
കുമാരനാശാന്റെ ദുരവസ്ഥ. എത്ര പേരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും, ക്രൂരമാം ജാതിയാൽ നൂനമലസിപ്പോയി കേരള മാതാവേ നിൻ വയറ്റിൽ, തേച്ചുമീനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ, താണു കിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ 6-7 കോടിയെന്നും. എനിക്ക് ദേശത്തിൻ്റെ ഓണത്തിന് തിരുവോണമാണ് തറവാട്ടിൽ മാബലി പെരുമാൾ വിരുന്നു വരും വസന്തം, അലരിയും തെച്ചിയും അരളിയും പിച്ചിയും അടിമുടിപ്പൂത്തുലഞ്ഞാടി നിൽപ്പൂ, അണിയുന്നു പൊൻതാളി മുക്കുറ്റി തൂവൈര മണിമാല തുമ്പകൾക്കെന്തിണക്കം, മലനിര കയറി ഇറങ്ങി വന്നെത്തുന്നു പുലരിപ്പൂക്കുമ്പിളുമേന്തി നിത്യം. കുമാരനാശാന്റെ കരുണ. അഹാഹാ സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹിയിൽ ദയനീയമായി മറ്റെന്തോന്നുള്ളൂ. പുഷ്ടശക്തി വഹിക്കുമീ പളുങ്കുപാത്രം വിരലാൽ മുട്ടിയാൽ മതി തവിടു പൊടിയാമല്ലോ. അതുമല്ല വിപത്തുക്കളറിയുന്നില്ല ഹോ മർത്യൻ, പ്രതിബോധവാനെന്നാലും പരിമോഹത്താൽ ഊറ്റമായൊരുലകത്തിൻ ചുരുളിനെയുറക്കത്താൽ കാറ്റുതലയണയായി കരുതുഭൂഷൺ. നന്ദി. കുഞ്ഞുങ്ങൾ ചിരിക്കുകയും പൂവുകൾ വിരിയുകയും ചെയ്യുന്നിടത്തോളം കാലം ലോകത്തിൽ സത്യത്തിനും ദൈവത്തിനും മരണമില്ല എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഒരു കവിതയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ഈ കഴിഞ്ഞ 2.5 മണിക്കൂറായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണിൽ പ്രതീക്ഷയുള്ള കുഞ്ഞുങ്ങൾ, മനസ്സിൽ സ്വപ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ, കവിതയിലൂടെ, കഥയിലൂടെ, നാടക പാരായണത്തിലൂടെ, പുസ്തക പരിചയത്തിലൂടെ, ഏകാഭിനയത്തിലൂടെ, അങ്ങനെ വിവിധ കലാപരിപാടികളിലൂടെ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ഉള്ളിലുള്ള സന്തോഷം, സ്നേഹം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ എല്ലാം അവർ നമുക്ക് പകർന്നു നൽകുകയായിരുന്നു. ഊർജ്ജസ്വലരായ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞുങ്ങൾ നമുക്കൊരു മുതൽക്കൂട്ടാണ്, യാതൊരു സംശയവുമില്ല. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കളെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദനം ബാലവേദിയിലെ കുഞ്ഞുങ്ങളായി ഇവർ മാറിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ ഭാവി, ഈ പ്രകൃതിയുടെ ഭാവി അല്ല, മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാവി ഇവരുടെയിൽ സുരക്ഷിതമായിരിക്കും എന്ന് പഞ്ചഭൂതങ്ങളെ പറ്റിയുള്ള ആ കഥ ആവിഷ്കരിച്ച ആ കുട്ടി നമ്മളോട് പറയുന്നു. അതേപോലെ അമ്മയെ കുടുംബത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, രാജ്യത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, സമൂഹത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ
ഒക്കെ ഉണ്ട്. അവർക്കും ചിലത് പറയാനുണ്ട്. ആ നാടകത്തിലൂടെ നമ്മളോട് പറഞ്ഞു ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന്. അത് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ആ കുഞ്ഞുങ്ങൾ, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ, ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുക കൂടി വേണം. പലപ്പോഴും കുഞ്ഞുങ്ങളെ 10-15 വയസ്സായപ്പോഴും അമ്മ കുഞ്ഞുങ്ങൾക്ക് ചോറ് വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെ സ്വതന്ത്രരായി, ചിന്താശീലരായി, സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തിയുള്ളവരായി വളരാൻ അനുവദിക്കണം. അവർ ആ സന്ദേശം നമുക്ക് നൽകിക്കഴിഞ്ഞു. ഈ കുട്ടികളെ ഇത്ര നന്നായി ഇതിൻ്റെ ഏകോപനം നിർവഹിച്ചുകൊണ്ട് അവരുടെ പൂർണ്ണ സംരക്ഷണ ചുമതല ഈ ഫൗണ്ടേഷനിൽ ഏറ്റെടുത്തിട്ടുള്ളത് ശ്രീ പള്ളിപ്പുറം ജയകുമാറും ശ്രീ ജയൻ പോത്തൻകോടുമാണ്. അവർ ഞങ്ങളുടെ ഭാഗമാണ്. അവരുടെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അവരെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയെല്ലാം അവരെ അഭിനന്ദിക്കുക മാത്രമല്ല, അവർക്ക് നമ്മളിവിടെയുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും ആ ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവർ ഈ ഗുരുക്കന്മാരെ കണ്ട് അവരെ പഠിച്ച് വളരും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ നന്മയും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ പറ്റിയും ഇവിടെ അവതരിപ്പിച്ച ഓരോ ഇനത്തെപ്പറ്റിയും പറയേണ്ടതാണ്. പക്ഷേ ഞാനെല്ലാം കൂടി ചേർത്ത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. എല്ലാവർക്കുമുള്ള അഭിനന്ദനം ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് ഇപ്പം നൽകുകയാണ്. കാരണം എല്ലാവർക്കുമുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു സ്നേഹസൂചകമായി ഒരു ചെറിയ സമ്മാനം പള്ളിപ്പുറം ജയകുമാറിന്, പ്രിയപ്പെട്ട ശ്രീ ജയൻ പോത്തൻകോടിന് ഞങ്ങളുടെ സ്നേഹ സമ്മാനം. വളരെ സന്തോഷമുണ്ട്. ജയകുമാർ വല്ലതും പറയുന്നു? സാറ് പറഞ്ഞതിനപ്പുറത്തൊന്നും പറയാനില്ല. വളരെ സന്തോഷമുണ്ട്. എല്ലാം വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. മിഥുൻ ബ്ലൂമൗണ്ട് പബ്ലിക് സ്കൂൾ തോന്നക്കലിലെ വിദ്യാർത്ഥിയാണ്. ശ്രീലക്ഷ്മി, ആദർശ്, ദേവകി, മാർത്ത, നന്മ, തപസി, ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. നന്മ, മിന്ന, പിന്നെ മിലോഷ്, ദുർഗ, നന്ദിത, നമസ്വി, നന്ദിത്, റബേക്ക, ദക്ഷ, ഉമ, ഇവരെല്ലാവരും തിരുവനന്തപുരത്തെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളും സംസ്ഥാന തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ്. അവർ തീർച്ചയായും സാറ് പറഞ്ഞതുപോലെ നന്ദനം ബാലവേദിയുടെ ഭാഗമായി മാറിയതിൽ സന്തോഷമുണ്ട്. വരും വർഷങ്ങളിൽ തീർച്ചയായും കൂടുതൽ കുട്ടികളോടൊപ്പം മികച്ച പ്രവർത്തനങ്ങൾ ഗുരുനാഥൻ കൃഷ്ണപിള്ള സാറിൻ്റെയും വർമ്മ സാറിൻ്റെയും അനുഗ്രഹത്താൽ കുട്ടികൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.